വയനാട് സുൽത്താൻ ബത്തേരി നമ്പ്യാർകുന്നിൽ മധ്യസ്ഥത വഹിക്കാനെത്തിയ യുവാവിന് വെട്ടേറ്റു. വാർഡ് മെമ്പറെ മർദ്ദിക്കുന്നത് കണ്ട് ഇടപെട്ട സുനിലിനെയാണ് തമിഴ്നാട് എരുമാട് സ്വദേശികൾ കൈയിലും തലയിലും ക്രൂരമായി ആക്രമിച്ചത്. മരം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ആക്രമണത്തിലെത്തിയത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. നമ്പ്യാർകുന്ന് മുക്കുപുര സ്വദേശി സുനിലിനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സുനിലിനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തിയ നെന്മേനി പഞ്ചായത്ത് അംഗം പ്രശാന്തിനെ മരവ്യാപാരി മർദ്ദിച്ചതോടെ ചോദിക്കാനെത്തിയതായിരുന്നു സുനിൽ. തമിഴ്നാട് സ്വദേശിയായ മരവ്യാപാരി കല്ലൂർ ആർത്തവയലിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മരം വിലയ്ക്ക് വാങ്ങിയിരുന്നു. മരം മുറിക്കുമ്പോൾ തൊട്ടടുത്ത പറമ്പിലെ കവുങ്ങിനും കാപ്പിയുടെയും മുകളിലേക്കാണ് മരം മുറിച്ചിട്ടത്. മരം ചങ്ങല ഉപയോഗിച്ച് മുകൾ ഭാഗത്തേക്ക് വലിച്ചു കയറ്റിയപ്പോഴും അതേ പറമ്പിലെ കൃഷികൾ നശിച്ചു. വീട്ടമ്മയും മകളും മാത്രമുള്ള വീട്ടുകാരുടെ കൃഷിയാണ് നശിച്ചത്. ഇതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ മരം കയറ്റാൻ വരുമ്പോൾ നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ മരം കയറ്റിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ വീണ്ടും വീട്ടമ്മ പണം ചോദിച്ചു. മരം കയറ്റിയിട്ട് തരാമെന്ന രീതിയിൽ പറഞ്ഞതോടെ പഞ്ചായത്ത് അംഗം പ്രശാന്തിനെ വീട്ടുകാർ വിളിച്ചു. പൈസ തരാണ്ട് കയറ്റാൻ പറ്റില്ല, പൈസ കൊടുത്തിട്ട് നിങ്ങൾ മരം കയറ്റിക്കോളൂ എന്ന രീതിയിൽ സംസാരിക്കണ്ടായി. അപ്പോൾ അവര് കുറച്ച് ചൂടായ രീതിയിൽ സംസാരിച്ച് ഞാനും അങ്ങോട്ട് ചെറുതായി ചൂടായി സംസാരിച്ചു. അവരിങ്ങോട്ടും സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആ തൊഴിലാളി എന്നെ വിളിച്ച് തല്ലിയും. മുതലാളി ഉണ്ട്, അവർ മരം എല്ലാവരും ഉണ്ട്, അവർ 5-8 പേരുണ്ട്. ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും മോളും ഞാനും കുറച്ചടങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടും എന്നെ തള്ളി പറമ്പിലേക്ക് ഇടുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. സ്ഥലത്തെത്തിയ പ്രശാന്ത് നഷ്ടപരിഹാരം നൽകിയിട്ട് മാത്രമേ മരം കയറ്റിക്കൊണ്ടുപോകാനാകൂവെന്ന് തൊഴിലാളികളോട് പറഞ്ഞു. ഇതോടെ മരം വെട്ട് സംഘത്തിലുണ്ടായിരുന്നവർ പ്രശാന്തിനെ തള്ളിയും ചവിട്ടിയും മർദ്ദിച്ചു. ഇത് ചോദിക്കാനെത്തിയ എൽദോ എന്നയാൾക്കും മർദ്ദനമേറ്റു. ഇതോടെയാണ് പ്രശാന്തിനൊപ്പമുണ്ടായിരുന്ന സുനിൽ ചോദിക്കാനെത്തിയത്. അപ്പോൾ മരം വെട്ടു സംഘം കത്തിവീശി. കൊല്ലുമെന്ന് പറഞ്ഞ് പലതവണ ആഞ്ഞുവെട്ടി. കഴുത്തിൽ വെട്ടിയപ്പോൾ തടഞ്ഞതോടെ വെട്ട് സുനിലിന്റെ കൈക്ക് കൊണ്ടു. കൈഞ്ഞരമ്പ് മുറിയുകയും എല്ലു പൊട്ടുകയും ചെയ്തു. നാട്ടുകാരാണ് സുനിലിനെ ആശുപത്രിയിലെത്തിച്ചത്. ആക്രമണശേഷം സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ഷമീറിനായുള്ള അന്വേഷണം നൂൽപ്പുഴ പോലീസ് തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.